അപ്പോൾ ഗൈസ് അങ്ങനെ രാവിലെ എഴുന്നേറ്റ് അമ്മച്ചി പറഞ്ഞു നീ പോയി റബ്ബർ വെട്ട് വെറുതെ ഇരിക്കേണ്ടത് പറഞ്ഞപ്പോൾ ഞാൻ നമ്മുടെ കത്തിയായിട്ട് റബ്ബർ വെട്ടാൻ വേണ്ടി പോവാണ് ഗൈസ്. ഇത് കേട്ടോ ഗൈസ്, ഇതിൻ്റെ അകത്ത് ആദ്യം ഈ സാമാനം ഒക്കെ എടുത്ത് കളയണം. ഇത് എങ്ങനെയൊക്കെ എടുത്ത് കളയുന്നത് എനിക്ക് എൻ്റെ അറിയത്തില്ല. നമ്മളൊരു അഡ്ജസ്റ്റ്മെൻറ്റിലൊക്കെ എടുത്ത് കളയാണ് ഗൈസ്. എനിക്ക് വെട്ടാൻ അറിയത്തില്ലെങ്കിൽ ഞാൻ എങ്ങനെയൊക്കെയോ വെട്ടിയതുകൊണ്ട് കറ വരുന്നുണ്ട്. കറ നല്ല നല്ല വെടിയും പോകുമ്പോൾ വരുന്നുണ്ട് ഗൈസ്. അങ്ങനെ വെട്ടിക്കൊണ്ടിരുന്നപ്പോൾ എനിക്കൊരു കൂട്ടുകാരനെ കിട്ടിയതുകൊണ്ട് ഒരു പശുമ്പ് അവിടെ നിൽക്കുന്നില്ല. എന്തുവാടാ? അപ്പോൾ ഗൈസ് ഈ മരം ഏതെങ്കിലും എനിക്ക് വെട്ടാനൊക്കത്തില്ല. ഒത്തിരി ലോങ് ആണ്. അതിന് ഇച്ചിരി നീളമുള്ള കത്തിയൊക്കെ വേണം. അതായത് നമ്മുടെ സ്ഥിരം വെട്ടാൻ വരുന്ന ആ ചേട്ടൻ കൊണ്ടിരുന്ന കത്തിക്കൊക്കെ വെട്ടാനൊക്കത്തുള്ളൂ. നമ്മൾ വെട്ടിക്കഴിഞ്ഞാൽ അത് നെത്തത്തൊന്നുമില്ല. ഈ മരം വെട്ടിയിട്ട് ഇത്രയും നേരിട്ട് ഒരു കറയുടെ ഒരു തുള്ളി പോലും വരുന്നില്ല. പിന്നെ ഞാൻ കുറച്ചുകൂടെ കഴിയുമ്പോൾ ഇതിന്റെ മണ്ട എന്ന് നോക്കി ഗൈസ്. ഇതിന്റെ മണ്ട ഇല്ല ഗൈസ്. ഇത് പോയ മരമാണ് ഗൈസ്. കുറെ നേരമായിട്ട് ഇതിന്റെ അകത്ത് കയറി ഞാനിങ്ങനെ വെട്ടുന്നു. ഇത് കറയില്ല ഗൈസ്. കറ ഇല്ല ഗൈസ്. താഴെ നിന്നുള്ളതെല്ലാം എല്ലാം വെട്ടിക്കയറി ഞാൻ ക്ഷണിച്ചു ഗൈസ്. അവിടെ കുറച്ച് റെസ്റ്റ് എടുക്കാനില്ലെന്നായിരുന്നു. റെസ്റ്റ് ഗൈസ്. ഇത് കണ്ട ഗൈസ്, ഇവിടുന്ന് ഒരു ഗ്യാപ്പ് അങ്ങോട്ട് കുളച്ച് കയറുന്നില്ല ഗൈസ്. ഇതുണ്ട് ഇവിടെ ഭയങ്കര ഗ്യാപ്പാണ് ഗൈസ്. ഇത് കണ്ട് ഈ ഗ്യാപ്പ് കണ്ട് ഈ ഗ്യാപ്പിനുള്ളിൽ വെട്ടി ഇത് ഞാൻ വെട്ടി കുളമാക്കിയത് കേട്ടോ. ഇത് കണ്ട് ഇത്രയും കറ വരുന്നുണ്ട്. ഇത്ര തന്നെ വെട്ടി ഇഷ്ടംപോലെ കറ വരുന്നുണ്ട് കേട്ടോ. ഇതാണ് നമ്മൾ ബാക്കി കൂടെ വെട്ടുന്നതായിരിക്കും. അപ്പോൾ ഗൈസ് അങ്ങനെ ഇന്നത്തെ റബ്ബർ വെട്ട് കഴിഞ്ഞ് ഗൈസ്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റിൽ കൂടെ ഒക്കെ എല്ലാവരും രേഖപ്പെടുത്തണേ. പിന്നെ എല്ലാവരും ഫോളോ ചെയ്യാൻ മറക്കരുത്. പിന്നെ യൂട്യൂബിൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ ഗൈസ്, ഇനി അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ.